രക്തസാക്ഷികളും കന്യകമാരുമായ വിശുദ്ധ ജസ്റ്റായും വിശുദ്ധ റുഫീനയും. സ്പെയിനിലെ സെവില്ലയിലുള്ള ദരിദ്രരും ദൈവഭയമുള്ളവരുമായിരുന്ന ഒരു ക്രിസ്തീയ കുടുംബത്തിലായിരുന്നു വിശുദ്ധ ജസ്റ്റായും വിശുദ്ധ റുഫീനയും ജനിച്ചത്. 268 ജസ്റ്റായും 2 വർഷങ്ങൾക്ക് ശേഷം 270 റുഫീനയും ജനിച്ചു. മൺപാത്ര നിർമ്മാണമായിരുന്നു അവരുടെ തൊഴിൽ. അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് അവർ ജീവിക്കുകയും തങ്ങളാൽ കഴിയും വിധം ആ നഗരത്തിലുള്ള മറ്റ് ദരിദ്രരെ സഹായിക്കുകയും ചെയ്തു. ക്രിസ്തീയ വിശ്വാസത്തിലൂന്നിയ ഒരു ജീവിതമായിരുന്നു ആ 2 സഹോദരിമാരും നയിച്ചിരുന്നത്. ദരിദ്രരെ സഹായിക്കുവാനുള്ള ഒരവസരവും അവർ പാഴാക്കിയിരുന്നില്ല. അവരുടെ ആ ആദരണീയമായ ജീവിതത്തിന് യോജിച്ച വിധത്തിലുള്ള രക്തസാക്ഷിത്വ കിരീടമാണ് ദൈവം അവർക്ക് സമ്മാനിച്ചത്. വിഗ്രഹാരാധകരുടെ ഒരു ഉത്സവത്തിന് ഉപയോഗിക്കുവാൻ വേണ്ടി മൺപാത്രങ്ങൾ നിർമ്മിക്കുവാൻ ആ സഹോദരിമാർ തയ്യാറായില്ല. അതിൻ്റെ ദേഷ്യത്തിൽ ആ നഗരത്തിലെ വിജാതിയർ അവരുടെ വീടാക്രമിച്ച് അവർ നിർമ്മിച്ച മൺപാത്രങ്ങളെല്ലാം തന്നെ തകർത്തു. വിഗ്രഹാരാധകരുടെ ദേവതയായിരുന്ന വീനസിൻ്റെ ഒരു പ്രതിമ തകർത്തുകൊണ്ടാണ് ആ സഹോദരിമാർ അതിനെതിരെ പ്രതികരിച്ചത്. അതേ തുടർന്ന് ആ നഗരത്തിലെ ഗവർണറായിരുന്ന ഡയോജനിയാനൂസ് ജസ്റ്റായെയും റുഫീനയെയും തടവിലിടുവാൻ ഉത്തരവിട്ടു. അവരെ കൊണ്ട് തങ്ങളുടെ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിപ്പിക്കുവാനുള്ള ഗവർണറുടെ ശ്രമങ്ങൾ വൃഥാവിലായപ്പോൾ അവരെ ഒരു പീഡന യന്ത്രത്തിൽ ബന്ധിച്ച് ഇരുമ്പ് കൊളുത്തുകൾ കൊണ്ട് മർദ്ദിച്ചു. ആ പീഡന യന്ത്രത്തിൻ്റെ സമീപത്തായി സുഗന്ധദ്രവ്യങ്ങൾ കത്തിച്ചു വെച്ച ഒരു വിഗ്രഹവും ഉണ്ടായിരുന്നു. ആ വിഗ്രഹത്തിന് ബലിയർപ്പിക്കുകയാണെങ്കിൽ അവരെ തങ്ങളുടെ പീഡനങ്ങളിൽ നിന്നും മോചിപ്പിക്കാമെന്ന് അവരോട് പറഞ്ഞെങ്കിലും ക്രിസ്തുവിലുള്ള അവരുടെ വിശ്വാസം അചഞ്ചലമായിരുന്നു. തുടർന്ന് അവരെ നഗ്നപാതരായി സിയറ മൊറേനയിലേക്ക് നടത്തിക്കുകയുണ്ടായി. ഈ വക പീഡനങ്ങൾക്കൊന്നും ഈ വിശുദ്ധരെ തളർത്തുവാൻ കഴിയാതെ വന്നപ്പോൾ അവരെ വീണ്ടും തടവറയിലടച്ചു. തടവറയിൽ അവർക്ക് ഭക്ഷിക്കുവാനോ കുടിക്കുവാനോ യാതൊന്നും നൽകിയില്ല. വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞപ്പോഴും അവർ തങ്ങളുടെ വിശ്വാസം ഉപേക്ഷിച്ചില്ല. ആ സഹോദരിമാരിൽ ജസ്റ്റായിരുന്നു ആദ്യം മരണത്തിന് കീഴടങ്ങിയത്. അവളുടെ മൃതദേഹം ഒരു കിണറ്റിൽ എറിയുകയാണ് ഉണ്ടായതെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. പിന്നീട് മെത്രാനായിരുന്ന സബിനൂസ് വിശുദ്ധയുടെ മൃതദേഹം വീണ്ടെടുത്ത് യോഗ്യമാം വിധം അടക്കം ചെയ്തു. തൻ്റെ സഹോദരിയുടെ മരണത്താൽ റുഫീന തൻ്റെ വിശ്വാസം ഉപേക്ഷിക്കുമെന്നായിരുന്നു ഗവർണറുടെ കണക്കുകൂട്ടൽ. പക്ഷേ ധീരയായിരുന്ന വിശുദ്ധ തൻ്റെ വിശ്വാസം ഉപേക്ഷിച്ചില്ല. അതേ തുടർന്ന് വിശുദ്ധയെ സിംഹക്കൂട്ടിലേക്ക് എറിഞ്ഞു. എന്നാൽ വളരെ അത്ഭുതകരമായി ആ സിംഹം വിശുദ്ധയെ ആക്രമിച്ചില്ല. ഇണക്കമുള്ള ഒരു പൂച്ചയെ പോലെ അത് ഒതുങ്ങിയിരുന്നു. ഇത് കണ്ട് രോഷാകുലനായ ഡയോജനിയാനൂസ് വിശുദ്ധയെ ശിരശ്ഛേദം ചെയ്ത് കൊലപ്പെടുത്തുകയും അവളുടെ മൃതദേഹം അഗ്നിക്കിരയാക്കുകയും ചെയ്തു. അധികം വൈകാതെ തന്നെ സബിനൂസ് മെത്രാൻ റുഫീനയുടെയും ഭൗതികാവശിഷ്ടങ്ങൾ വീണ്ടെടുക്കുകയും 287 അവളുടെ സഹോദരിയുടെ സമീപത്തായി അടക്കം ചെയ്യുകയും ചെയ്തു. ലെ സിയോ കത്തീഡ്രലിലെ ഒരു ചാപ്പൽ ഈ വിശുദ്ധകൾക്കായി സമർപ്പിച്ചിട്ടുണ്ട്. 1821 വലൻസിയ പ്രൊവിൻസിലെ അഗോസ്റ്റിൽ ഒരു ആശ്രമം പണി കഴിപ്പിക്കുകയും അത് ഈ വിശുദ്ധകൾക്കായി സമർപ്പിക്കുകയും ചെയ്തു. ഈ വിശുദ്ധരുടെ നാമധേയത്തിൽ ടോൾഡോയിലും ഒരു ദൈവാലയം പണി കഴിപ്പിച്ചിട്ടുണ്ട്.